ആഗോള വിപണിയിൽ സാമ്പത്തിക മാന്ദ്യവും കോവിഡും ചിപ്പ് ക്ഷാമവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാഹനപ്രേമികൾക്ക് ഏറെ ശുഭപ്രതീക്ഷ നൽകുന്ന വർഷമായിരിക്കും 2022. ഈ വർഷം നിരവധി കമ്പനികളാണ് ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ മോഡലുകൾ പുറത്തിറക്കുന്നത്. ഇത്തവണത്തെ വാർത്ത ടൊയോട്ട അമേരിക്കയിൽ പുറത്തിറക്കുന്ന സെക്കോയ എന്ന മോഡലിനെ പറ്റിയാണ്. ഏവർക്കും പോക്കറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു ഫുൾ സൈസ് ഫാമിലി SUV എന്ന നിലയ്ക്കാണ് ടൊയോട്ട സെക്കോയെ അമേരിക്കയിൽ അവതരിപ്പിക്കുന്നത്. 2001 ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ സെക്കോയെ ടൊയോട്ട അമേരിക്കയിൽ അവതരിപ്പിച്ചത്. അത് അവരുടെ വിഖ്യാതമായ ടുണ്ട്ര പിക്കപ്പ് ട്രക്കിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഇപ്പോൾ തേർഡ് ജനറേഷൻ വാഹനമാണ് ഈ കഴിഞ്ഞ ജനുവരിയിൽ അവതരിപ്പിച്ചത്. ടൊയോട്ട ലാൻഡ് ക്രൂയിസർ 300നെ പോലെ തന്നെ ഒരു ബോക്സി രൂപമാണ് സെക്കോയ്ക്ക്. ലാൻഡ് ക്രൂയിസറിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവർക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. സെക്കോയെ കൂടുതൽ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിചയപ്പെടേണ്ട മറ്റൊരു വ്യക്തിയാണ് ടൊയോട്ടയുടെ 2022 ഇറങ്ങിയ ടുണ്ട്ര പിക്കപ്പ് ട്രക്ക്. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ടുണ്ട്ര പിക്കപ്പിന്റെ വാല് മുറിച്ച് ബോഡി കെട്ടിയുണ്ടാക്കിയ മോഡലാണ് ടൊയോട്ട സെക്കോയ. പക്ഷേ അത് ഇന്ന് തുടങ്ങിയതല്ല. കഴിഞ്ഞ 20 വർഷമായി ടൊയോട്ട ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. പുതിയ ലാൻഡ് ക്രൂയിസർ 300 അമേരിക്കയിൽ ഇറക്കുന്നില്ല എന്നാണ് ടൊയോട്ടയുടെ തീരുമാനം. കാരണം അമേരിക്കയിൽ ലാൻഡ് ക്രൂയിസറിന് കച്ചവടം തീർത്തും കുറവാണ്. അതേ കടമ ലെക്സസിന്റെ പല വാഹനങ്ങളും നിറവേറ്റുന്നുമുണ്ട്. ടുണ്ട്ര, സെക്കോയ, LC300, ലെക്സസ് 600 ഇതെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ ഉരുത്തിരിഞ്ഞു വന്ന വാഹനങ്ങളാണ്. ടുണ്ട്ര പിക്കപ്പിന്റെ നിരവധി ഇന്റീരിയർ എക്സ്റ്റീരിയർ ഘടകങ്ങൾ സെക്കോയ പങ്കിടുന്നതിനാൽ നിർമ്മാണ ചെലവ് LC300നെ അപേക്ഷിച്ച് തീർത്തും കുറവാണ് താനും. നിലവിൽ SR5, ലിമിറ്റഡ്, പ്ലാറ്റിനം, ക്യാപ്സ്റ്റോൺ, TRD Pro എന്നിങ്ങനെ 5 വേരിയന്റിലാണ് സെക്കോയ ലഭിക്കുന്നത്. അതിൽ ക്യാപ്സ്റ്റോൺ കൂടുതൽ ലക്ഷൂറിയസ് ആകുമ്പോൾ TRD Pro കൂടുതൽ സ്പോർട്സ് ഓഫ് റോഡിംഗ് മികവുള്ള വാഹനമായി മാറുകയും ചെയ്യും. സെക്കോയ ക്യാപ്സ്റ്റോണിന് ക്രോമിയം പൂശിയ വലിയ ഹെക്സഗണൽ ഷേപ്പ് ഗ്രില്ലുകളാണ് നൽകിയിരിക്കുന്നത്. അത് TRD Proയിലേക്ക് വരുമ്പോൾ ഫുള്ളി ബ്ലാക്ക് ആയിട്ടും വരും. ഗ്രില്ലിന് നടുക്ക് ടൊയോട്ട ലോഗോയ്ക്ക് ബ്ലൂ കളർ ഷെയ്ഡിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് പുതിയ iForce Max ഹൈബ്രിഡ് എഞ്ചിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്. ട്രിപ്പിൾ ബാരൽ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകളാണ് സെക്കോയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് മനോഹരമായ സീക്വൻഷ്യൽ LED ടേൺ ഇൻഡിക്കേറ്ററുകളും ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളും നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു എയർ വെന്റുകളും നൽകിയിട്ടുണ്ട്. 360 വ്യൂ ഫംഗ്ഷൻ സൗകര്യമുള്ള വാഹനമാണ് ടൊയോട്ട സെക്കോയ. അതിന്റെ ഒരു ക്യാമറ ഗ്രില്ലിൽ ടൊയോട്ട ലോഗോയുടെ തൊട്ട് താഴെയായി നൽകിയിരിക്കുന്നു. വലിയ മസ്കുലർ ബമ്പറുകളാണ് സെക്കോയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിൽ ക്രോമിയം സ്കിഡ് പ്ലേറ്റുകളും LED ഫോഗ് ലാമ്പുകളും നൽകിയിരിക്കുന്നു. 3.5 ലിറ്റർ ട്വിൻ ടർബോ V6 ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് ടൊയോട്ട സെക്കോയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇത് 437 bhp പവറും 790 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ഒപ്പം 10 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നൽകിയിരിക്കുന്നു. ഇത് എല്ലാ വേരിയന്റിലും സ്റ്റാൻഡേർഡ് ആയാണ് നൽകിയിരിക്കുന്നത്. വശക്കാഴ്ചയിൽ ലാൻഡ് ക്രൂയിസർ 300ന്റെ അതേ ാണ് സെക്കോയ്ക്കുമുള്ളത്. ഭീമാകാരമായ ബോണറ്റിന്റെ സൈഡിൽ പുതിയ ഹൈബ്രിഡ് എഞ്ചിനെ സൂചിപ്പിക്കുന്നതിനായി iForce Max എന്ന ബാഡ്ജിംഗ് നൽകിയിരിക്കുന്നു. 22 ഇഞ്ച് മൾട്ടി സ്പോക്ക് അലോയ് വീലുകളാണ് ക്യാപ്സ്റ്റോൺ വേരിയന്റിന് നൽകിയിരിക്കുന്നത്. അത് മറ്റ് വേരിയന്റിലേക്ക് വരുമ്പോൾ 18 ഇഞ്ചായി കുറയും. വലിയ ഫെൻഡറുകൾക്ക് ചതുര ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററുകൾക്ക് 360 ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറകളും നൽകിയിരിക്കുന്നു. ക്യാപ്സ്റ്റോൺ മോഡലുകൾക്ക് ഡോർ ഹാൻഡിലിന് ക്രോമിയം കളറുകളാണ് നൽകിയിരിക്കുന്നത്. മുൻ ഡോർ മുതൽ പിൻഡോർ വരെ എത്തുന്ന ക്യാപ്സ്റ്റോൺ ബാഡ്ജിംഗ് നൽകിയിരിക്കുന്നു. ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്ന റണ്ണിംഗ് ബോർഡാണ് ക്യാപ്സ്റ്റോണിന്റെ മറ്റൊരു പ്രത്യേകത. ഇത് വാഹനം ചലിക്കുമ്പോൾ മടങ്ങി അകത്തേക്ക് പോവുകയും നിശ്ചലാവസ്ഥയിൽ തനിയെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് LC300ന്റെയും ലെക്സസിന്റെയും ഒക്കെ രൂപസാദൃശ്യം വ്യക്തമായി കാണാൻ കഴിയുക. ഇതൊരു 3 റോ സീറ്റ് വാഹനമായതിനാൽ പിൻഭാഗത്തേക്ക് വരുമ്പോൾ വലിയ ഓവർ ഹാങ്ങും ദൃശ്യമാകും. പിൻവശത്തേക്ക് വരുമ്പോൾ വലിയ സ്പോയിലറുകളും അതിൽ റിവേഴ്സ് ലൈറ്റുകളും നൽകിയിരിക്കുന്നു. ബൂട്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ റിയർ ഗ്ലാസ് ഓപ്പൺ ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രത്യേകത. റിയർ ഗ്ലാസിൽ തന്നെ റിയർ വൈപ്പറും നൽകിയിട്ടുണ്ട്. റിയർ ഡോറിന്റെ മധ്യഭാഗത്തായി ടൊയോട്ട ബാഡ്ജിങ്ങും അതിന് താഴെ 2 ടൈൽ ലാമ്പുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ക്രോമിയം പ്ലേറ്റ് നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് റിവേഴ്സ് ക്യാമറകളും നൽകിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിന് താഴെ
താഴെയായി വലിയ സെക്കോയ ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നു. റിയർ ബമ്പറിൽ റിവേഴ്സ് സെൻസറുകളും അതിന് താഴെയായി സിൽവർ കളർ സ്കിഡ് പ്ലേറ്റുകളും നൽകിയിരിക്കുന്നു. കിക്ക് സെൻസറുകൾ ഉള്ളവയാണ് ടെയിൽ ഗേറ്റുകൾ. അതുകൊണ്ട് തന്നെ ബമ്പറിന് താഴെയായി പതിയെ ഒന്ന് കാലുകൊണ്ട് ചലിപ്പിക്കുമ്പോൾ തന്നെ റിയർ ഡോർ പതുക്കെ ഓപ്പൺ ആകും. സെക്കോയയുടെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത ഇതിന്റെ ടോവിംഗ് കപ്പാസിറ്റിയാണ്. 9000 പൗണ്ട് അഥവാ 4000 കിലോ ഭാരവാഹക ശേഷിയാണ് ഈ വാഹനത്തിനുള്ളത്. സെക്കോയയുടെ റിയർ സീറ്റുകൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നവയും 60-40 സ്പ്ലിറ്റ് ഉള്ളവയുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി ലഗേജ് സൗകര്യം വർദ്ധിപ്പിക്കുവാൻ കഴിയും. കൂടാതെ ബൂട്ടിൽ തന്നെ 150 വാട്ട്സിന്റെ ഒരു പവർ ഔട്ട്ലെറ്റ് നൽകിയിരിക്കുന്നു. റിയർ സീറ്റുകളുടെ മറ്റൊരു പ്രത്യേകത സീറ്റുകൾ 6 ഇഞ്ച് വരെ പിറകിലേക്ക് നീക്കാം എന്നതാണ്. അങ്ങനെ പിൻസീറ്റ് യാത്രക്കാരുടെ സ്പേസ് വർദ്ധിപ്പിക്കുവാനും കഴിയും. ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചറായാണ് ടൊയോട്ട നൽകിയിരിക്കുന്നത്. വളരെ വലിയ വാഹനമായതുകൊണ്ട് തന്നെ ഇന്റീരിയർ സ്പേസിന് യാതൊരു പിശുക്കും ടൊയോട്ട കാണിച്ചിട്ടില്ല. ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും കളർ കോമ്പിനേഷനാണ് ഇന്റീരിയർ സ്പേസിന് നൽകിയിരിക്കുന്നത്. വലിയ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലുകൾ മികച്ച ഗ്രിപ്പ് നൽകുന്നവയാണ്. 14 ഇഞ്ചിന്റെ ടൊയോട്ട ഓഡിയോ മൾട്ടിമീഡിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് സെക്കോയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒപ്പം 360 വ്യൂവിന്റെ ഭാഗമായിട്ടുള്ള മൾട്ടിപ്പിൾ ക്യാമറകളും കണക്ട് ചെയ്തിരിക്കുന്നു. പ്രശസ്തമായ JBLന്റെ 14 സ്പീക്കറുകളാണ് സെക്കോയ്ക്ക് നൽകിയിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ടൊയോട്ട കണക്ട് തുടങ്ങിയ എല്ലാ അത്യാധുനികമായ കണക്ടിവിറ്റി ഫീച്ചറുകളും നൽകിയിരിക്കുന്നു. പ്രീ കൊളിഷൻ സിസ്റ്റം വിത്ത് പെഡസ്ട്രിയൽ വാർണിംഗ്, ഫുൾ സ്പീഡ് റേഞ്ച്, ഡൈനാമിക് റഡാർ, ക്രൂയിസ് കൺട്രോൾ, ലൈൻ ഡിപ്പർച്ചർ വാർണിംഗ്, ലൈൻ ട്രേസിംഗ് അസിസ്റ്റ്, റോഡ് സൈഡ് അസിസ്റ്റ്, ഓട്ടോമാറ്റിക് ഹൈ ബീം, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വിത്ത് റിയർ ക്രോസ്, ട്രാഫിക് അലർട്ട്, ട്രെയിലർ മെർജ് വാർണിംഗ്, മൾട്ടി ടെറൈൻ മോണിറ്റർ, ABS, EBD തുടങ്ങി എല്ലാ അത്യാധുനികമായ സേഫ്റ്റി ഫീച്ചറുകളും സെക്കോയ്ക്ക് നൽകിയിരിക്കുന്നു. 12 എയർ ബാഗുകൾ വരെ ഈ വാഹനത്തിൽ നൽകുന്നുണ്ട്. ഡാഷ്ബോർഡുകൾക്കും സെൻട്രൽ കൺസോൾ യൂണിറ്റിനും വാൽനട്ട് ഫിനിഷിംഗ് ഉള്ള പാനൽ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഹെഡ്-അപ്പ് ഡിസ്പ്ലേ ആണ് സെക്കോയുടെ മറ്റൊരു ആകർഷണം. 10 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഗിയർ ബോക്സ്. എക്കോ, നോർമൽ, സ്പോർട്സ് എന്നിങ്ങനെ 3 ഡ്രൈവ് മോഡുകളും സെക്കോയ്ക്ക് ലഭ്യമാണ്. മികച്ച ഓഫ് റോഡിംഗ് മികവിനായി 4x4 ലോ, ഹൈ, മൾട്ടി ടെറൈൻ സെലക്ടർ, ഡൗൺ ഹിൽ കൺട്രോൾ, ക്രൗൾ കൺട്രോൾ തുടങ്ങി നിരവധി 4x4 ഫീച്ചറുകളും സെക്കോയ്ക്ക് നൽകിയിരിക്കുന്നു. എട്ട് സീറ്റുകളിൽ വരെ ഈ വാഹനം ലഭ്യമാണ്. 7 സീറ്റ് മോഡലിന് 2 ക്യാപ്റ്റൻ സീറ്റുകളാണ് മധ്യനിരക്കായി നൽകിയിരിക്കുന്നത്. സീറ്റുകളുടെ മറ്റൊരു പ്രത്യേകത പിന്നിലേക്ക് പോകുന്തോറും സീറ്റുകളുടെ ഉയരം വർദ്ധിപ്പിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇത് പിൻസീറ്റ് യാത്രക്കാർക്ക് മികച്ച കാഴ്ച സമ്മാനിക്കും. മുൻനിര സീറ്റുകൾക്കും മധ്യനിര സീറ്റുകൾക്കും വെന്റിലേറ്റഡ് ഫംഗ്ഷനുകളും നൽകിയിരിക്കുന്നു. എല്ലാ സീറ്റുകളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നവയാണ്. വിശാലമായ പനോരമിക് മൂൺ റൂഫുകളാണ് സെക്കോയുടെ മറ്റൊരു പ്രത്യേകത. ഓൺ റോഡിലും ഓഫ് റോഡിലും മികച്ച യാത്രാസുഖം സമ്മാനിക്കുന്നതിനായി ഏറ്റവും മികച്ച അത്യാധുനികമായ മൾട്ടിലിങ്ക് റിയർ സസ്പെൻഷന്റെ കൂടെ ലോഡ് ലെവലിംഗ്, റിയർ ഹൈറ്റ് കൺട്രോൾ, എയർ സസ്പെൻഷനുകളും സെക്കോയ്ക്ക് നൽകിയിരിക്കുന്നു. ശരാശരി 8 കിലോമീറ്ററാണ് ഈ വമ്പൻ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന മൈലേജ്. നിലവിൽ വില അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിലും ഏകദേശം 50 ലക്ഷം രൂപ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ വാഹനം ഇന്ത്യയിലേക്ക് വരുവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ടൊയോട്ടയുടെ തന്നെ LC300 ആണ് ഉടനെ വരുവാൻ കൂടുതൽ സാധ്യതയുള്ള വാഹനം. ടൊയോട്ടയുടെ ഈ വമ്പന് സെക്കോയ എന്ന പേരിടാൻ കാരണം ആ പേരിൽ ഒരു വലിയ വൃക്ഷജനസ് ഉണ്ടെന്നുള്ളതാണ്. വലുപ്പത്തിൽ മാത്രമല്ല, ചില വൃക്ഷങ്ങൾ 2000 വർഷം വരെ പഴക്കമുണ്ട് എന്നാണ് ടൊയോട്ടയുടെ അവകാശവാദം. ടൊയോട്ടയുടെ പേര് കേട്ട ഉന്നത ഗുണനിലവാരം, ഈട്, വിശ്വാസ്യത എന്നിവയ്ക്ക് സെക്കോയ ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പോക്കറ്റ് മലയാളത്തിന്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറന്നു പോകരുത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.